നമസ്കാരം. ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. ഞാൻ വിനോദ് വാര്യർ. റിപ്പബ്ലിക് ഡേയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഭാരതം ഒരുപാട് ഇൻവേഷൻസ് തരണം ചെയ്ത ഒരു രാജ്യമാണ്. അതിലെ പ്രധാനപ്പെട്ട ചില ഇൻവേഷൻസ് ആണ് പറയുന്നത്. ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ഗ്രീക്സ്, മുഗൾസ്, ബ്രിട്ടീഷ്. ഇത്രയും ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തേത് മാത്രമാണ് ബ്രിട്ടീഷ് ഇൻവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവേഷൻസ് കൊണ്ട് ഭാരതത്തിന് എന്ത് സംഭവിച്ചു? ഭാരതം ഡിവൈഡഡായി. ആദ്യം അഫ്ഗാനിസ്ഥാൻ ഉണ്ടായി. ഈ 19-ാം നൂറ്റാണ്ട് തൊട്ടുള്ളതാണ് പറയുന്നത്. അതിനു മുമ്പും പല ഡിവിഷനും ഭാരതത്തിന് സംഭവിച്ചിട്ടുണ്ട്. 1876 അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ 1904, ഭൂട്ടാൻ 1906, ടിബറ്റ് 1907, ശ്രീലങ്ക 1935, മ്യാൻമാർ 1937, ഫൈനലി പാകിസ്ഥാൻ 1947. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാക്കി മാറ്റി ഭാരതം. അത് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇനിയൊരു ഡിവിഷൻ ഇന്ത്യക്ക് ഉണ്ടാവുന്നത് ഒരിക്കലും താങ്ങാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ റിപ്പബ്ലിക് ഡേ സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നീട് എന്തിനാണ് ഈ റിപ്പബ്ലിക് ഡേ എന്ന വേറെ ഒരു ദിനം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്നതിന് നമുക്ക് ഭാരതീയ സംവിധാനം അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓതന്റിക് ഡോക്യുമെൻ്റ് ആണ്. അതിൽ ഒരു രാജ്യത്തിൻ്റെ ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ്, നിയമങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാം എഴുതി വച്ചിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്തത് ഒരു കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഈ കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായത് 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലിയിലെ ആക്ടിംഗ് ചെയർമാനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ. അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രം അതിൻ്റെ ചെയർമാനായി. അതിനുശേഷം ഇലക്റ്റഡ് ചെയർമാൻ വന്നു. ഏവർക്കും സുപരിചിതനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതിൻ്റെ ഇലക്റ്റഡ് ചെയർമാൻ ആയത്. ഈ കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലിയിൽ വിവിധ സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൻ്റെ ചുമതല BR അംബേദ്കറിനായിരുന്നു. മറ്റ് സബ് കമ്മിറ്റികളെ കുറിച്ചുകൂടി പറയുകയാണ്. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതിനും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, നമുക്കറിയാം അന്ന് ഇന്ത്യ പല പ്രൊവിൻസുകളായിട്ട്, നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്ന സമയമാണ്. അവരെ മുഴുവൻ ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അതുകൂടാതെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള അഡ്വൈസറി കമ്മിറ്റിയുടെ ചുമതലയും സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. അതുപോലെ സ്റ്റേറ്റ്സ് കമ്മിറ്റി, നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റുകളുമായിട്ട് സംസാരിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മെയിൻ ചുമതല ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയും രാജേന്ദ്ര പ്രസാദാണ് ലീഡ് ചെയ്തത്. നാഷണൽ ഫ്ലാഗ്, HOC തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഉത്തരവാദിത്തം രാജേന്ദ്ര പ്രസാദിനും. കമ്മിറ്റി ഫോർ ദ ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ആ അസംബ്ലി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ചുമതല GV മാവ്ലങ്കാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും. ഹൗസ് കമ്മിറ്റി, ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പട്ടാഭി സീതാരാമയ്യയ്ക്കും. ലാംഗ്വേജ് കമ്മിറ്റി മുതൂരി സത്യനാരായണനും. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയും. അങ്ങനെ ഇത്രയും സബ് കമ്മിറ്റികൾ ഉപയോഗിച്ചും കൊണ്ടാണ് ഈ
കോൺസ്റ്റിറ്റ്വന്റ് അസംബ്ലി വർക്ക് ചെയ്തിരുന്നത്. ഈ കോൺസ്റ്റിറ്റ്വന്റ് അസംബ്ലിയിൽ പല പ്രൊവിൻസുകളിൽ നിന്നായിട്ട് 389 ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അത് 299 മെമ്പേഴ്സായി മാറി ഇന്ത്യയുടെ 1947 പാർട്ടീഷന് ശേഷം. അപ്പോൾ അതാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അതിന് എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു വിശകലനം പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പുസ്തകം വായിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ കോൺസ്റ്റിറ്റ്വന്റ് അസംബ്ലി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് വന്നിരുന്നത് BN റാവു, ബെനഗൽ നഴ്സിംഗ് റാവു. അദ്ദേഹമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനീഷ്യലി ഡ്രാഫ്റ്റ് ചെയ്തത്. അതായത് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെച്ചത് BN റാവു ആണ്. അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആദ്യത്തെ ഇന്ത്യൻ ജഡ്ജായിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റും ആയിരുന്നു. ഇനീഷ്യലി ഡ്രാഫ്റ്റ് ചെയ്ത അദ്ദേഹമാണ്. എന്നാൽ നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ ആണ്, ഭീംറാവ് റാംജി അംബേദ്കർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹമാണ് ഇത് വിശദമായിട്ട് എഴുതിയതും നമ്മുടെ നിയമസംഹിത തയ്യാറാക്കിയതും. അദ്ദേഹം 60 രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സ്റ്റഡീഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് ദ അൺടച്ചബിൾ, ആ ജാതിപരമായിട്ടുള്ള വിവേചനത്തിന് എതിരെ ഒരുപാട് ശബ്ദം ഉയർത്തിയിരുന്നു അദ്ദേഹം. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന് ശേഷം അത് പാസ്സായതും ഈ അസംബ്ലിയിൽ അത് കൊണ്ടുവന്നതും 26 നവംബർ 1949 അതുകൊണ്ട് ആ ദിവസത്തിനെ നാഷണൽ ലോ ഡേ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന രീതിയിൽ നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുന്നു. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ്, അത് പ്രാബല്യത്തിൽ വന്നത് 26 ജനുവരി 1950 ആണ്. അതായത് ഈ ദിവസമാണ് അത് ഒഫീഷ്യലി നിയമമായി മാറിയത്. അത് അങ്ങനെ ഒഫീഷ്യലി നിയമമായി മാറാൻ ആ ദിവസം തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാരണം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ജാനുവരി 26 പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും നിയമങ്ങളും മുഴുവനും ഭാരതീയർക്ക് തന്നെ ആയിരിക്കണം, അതിൽ വൈദേശികമായ യാതൊരു ഇടപെടലും പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ പൂർണ്ണ സ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന തീയതിയായിരുന്നു 26 ജാനുവരി. അതുകൊണ്ട് തന്നെ ആ ദിവസമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുന്ന ദിവസമായി തെരഞ്ഞെടുത്തത്. അതുവരെ നിലനിന്നിരുന്നത് 1935 ഉണ്ടാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് ബ്രിട്ടീഷുകാർ മുഖേന ഉണ്ടാക്കിയ ആക്ട് ആണ് അതുവരെയും നിലനിന്നിരുന്നത്. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഒറിജിനൽ കോപ്പി ഹാൻഡ് റിട്ടൺ ആണ്, കയ്യെഴുത്ത് പ്രതിയാണ്. അത് ഇറ്റാലൈസ്ഡ് ഫോർമാറ്റിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിലെ ഡെക്കറേഷൻ, അതിലെ ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തി നികേതനിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. ഈ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയത് അതായത് കാലിഗ്രാഫർ എന്ന് പറയുന്നത് പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം പാരമ്പര്യമായിട്ട് കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കുന്ന ആ ഒരു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് 2 ഡിമാൻഡുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇതിനു വേണ്ടി ഒരു പ്രതിഫലവും വാങ്ങില്ല എന്നതും. രണ്ടാമത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി കഴിയുമ്പോൾ അതിലത്തെ ഓരോ പേജിലും
അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് മുൻകൂട്ടി നെഹ്റുവുമായി സംസാരിച്ച് ധാരണയിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത്. പിന്നീട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്തത് ഡെഹ്റാഡൂണിലാണ്. അതിന്റെ ഏകദേശ, അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രവർത്തനങ്ങൾക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അന്ന് ചെലവായത് 6.3 crore rupees ആണ്. അങ്ങനെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിന്റെ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. ഇതില് 284 to 84 മെമ്പേഴ്സ് അതിന് സൈൻ ചെയ്തിട്ടുണ്ട്. അത് 24th ജാനുവരിയിലാണ് സൈൻ ചെയ്തത് 1950. അതായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലാസ്റ്റ് മീറ്റിംഗ്. അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പിരിച്ചുവിടുകയാണ് ചെയ്തത്. നാഷണൽ എംബ്ലം നിലവിൽ വന്നത് 26th ജാനുവരിയിലാണ്. പിന്നീട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലമാണ് പാർലമെന്റ് ആയി മാറിയതും. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ പ്രസിഡന്റായി മാറിയതും. നമ്മുടെ നാഷണൽ എംബ്ലം സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്ത് വാക്യം ഉപയോഗിച്ചും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ഡിസ്കഷൻസ്, ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചായിരുന്നു. അതായത് സെൻട്രലിന് കൂടുതൽ പവർ വേണോ, സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പവർ വേണോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. അപ്പോൾ അന്ന് തമിഴ്നാട് പോലെയുള്ള ചില സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പവർ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. എന്നാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യയിൽ നിന്ന് വിട്ടു പോകാവുന്ന ഒരു രീതിയിലായിരിക്കും ഘടന എന്നുള്ളത് കൊണ്ട് അംബേദ്കറും നെഹ്റുവും പട്ടേൽ തുടങ്ങിയ അന്നത്തെ പ്രമുഖരായിട്ടുള്ള ലീഡർമാർ മുഴുവനും അതിനെ എതിർക്കുകയും സെൻട്രലിന് കൂടുതൽ പവർ നൽകാവുന്ന രീതിയിൽ തീരുമാനമുണ്ടാക്കുകയും ചെയ്തു. പിന്നീട് വന്നത് റിസർവേഷൻ എങ്ങനെ ഏത് വിഭാഗങ്ങൾക്ക് വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. പിന്നെ വന്നത് ലാംഗ്വേജിനെ കുറിച്ചായിരുന്നു. ഒരു നാഷണൽ ലാംഗ്വേജ് വേണോ വേണ്ടയോ. അപ്പോൾ ഈ നാഷണൽ ലാംഗ്വേജ് ചർച്ച വന്നപ്പോൾ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി എന്നുള്ളത് കൊണ്ട് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആക്കാനുള്ള ഒരു ചർച്ച നടന്നിരുന്നുവെങ്കിലും നമ്മുടെ രാജ്യത്തെ പല ഭാഷകളും ഹിന്ദിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു നാഷണൽ ലാംഗ്വേജ് കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയും ഒരു നാഷണൽ ലാംഗ്വേജ് എന്നുള്ളൊരു ആ ഭാഷ ഒന്ന് ഇല്ലാതിരിക്കുകയുമാണ് അന്നത്തെ തീരുമാനമുണ്ടായിരുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് 165 ദിവസത്തിനുള്ളിൽ 11 സെഷൻ മീറ്റിംഗ് നടന്നു. അതിലെല്ലാം കൂടി 2000 അമെൻമെന്റ്സ് 2000 മാറ്റങ്ങളാണ് അതിൽ വരുത്തിയത്. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി ഇപ്പോഴും പാർലമെന്റിലത്തെ ലൈബ്രറിയിൽ ഹീലിയം ഫിൽഡ് ബോക്സിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രീആമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ് ഏതൊരു സംഹിതയുടെയും. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രീആമ്പിൾ അതിന് ഒരേ ഒരു തവണയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. 42nd അമെൻഡ്മെന്റ് ആയിരുന്നു 1976 കൊണ്ടുവന്നത്. അങ്ങനെ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് അതിന് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ അതിന് മുമ്പും ശേഷവും എന്ത് മാറ്റമാണ് ഈ പ്രീആമ്പിളിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ മാറ്റം വരുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു അതിന്റെ പ്രീആമ്പിൾ.
അപ്പൊ അതിനുശേഷം വന്നതിൽ എന്താണ് പ്രധാനപ്പെട്ട മാറ്റം നോക്കാം. മാറ്റത്തിന് മുമ്പ് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് മാറ്റി സോവറിയൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. പിന്നെ ബാക്കി ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി തുടങ്ങിയിട്ടുള്ളതൊക്കെ അതേപോലെ തന്നെ നിലനിന്നു. ഫ്രട്ടേണിറ്റി എന്നുള്ളതിൽ ചെറിയ മാറ്റം വരുത്തി. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്ന് മുമ്പ് പറഞ്ഞിരുന്നത് അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് ആക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഈ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് മീൻസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അന്നത്തെ ആഘോഷങ്ങളിൽ, ഈ റിപ്പബ്ലിക് ഡേയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ മെയിൻ ആയിട്ടുള്ളത് പരേഡാണ്. ഡിഫൻസ് മിനിസ്ട്രിയുടെ ചുമതലയിലാണ് ആ പരേഡ് നടക്കുന്നത്. അതുകൂടാതെ ആ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ്. അതുകൂടാതെ പത്മ അവാർഡുകളും ബ്രേവറി അവാർഡുകളുടെയും ഡിസ്ട്രിബ്യൂഷനും ഈ ദിവസമാണ് നടക്കുന്നത്. ഇനി 1950 ജനുവരി 26, അതായത് ആദ്യമായിട്ട് നടന്ന റിപ്പബ്ലിക് ഡേയില് ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നത് സുകർണോ എന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിരുന്നത്. അപ്പൊ അതിലത്തെ ഏതാനും ചില ദൃശ്യങ്ങൾ നമ്മളുടെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോ നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേയുടെ അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതാണ് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. അപ്പോ ഏതൊരു പൗരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളുടെ റൈറ്റ്സിനെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച് വാചാലർ ആകാറുണ്ടെങ്കിലും നമ്മളുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മളുടെ റൈറ്റ്സിനൊപ്പം നമ്മളുടെ ഡ്യൂട്ടീസും വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമങ്ങൾ അംഗീകരിച്ച് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, മാറി വരുന്ന നിയമങ്ങൾ ഏത് തന്നെയായാലും എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.